89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ് കൂടെയുള്ളത് അന്ന. ആൻഡ് ഇന്ന് നമ്മൾ ഹെൽത്തി ടോപ്പിക് ആണ് എടുത്തിരിക്കുന്നത്. ആരോഗ്യപരമായിട്ട് നമ്മൾ നേരിടാൻ പോവാണ്. സ്പെഷ്യലി കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് SK ജംഗ്ഷനിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ആൻഡ് വി ഹാവ് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മിറ്റേറ ഹോസ്പിറ്റൽ ഡോക്ടർ ഷാരി കെ രാജു. ഷാരി മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് വേനൽക്കാലത്ത് കുട്ടികളിൽ വരുന്ന ഡയറിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ വയറിളക്കം എന്ന് പറയുന്നത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ശരിക്കും കുട്ടികളിൽ വരുമ്പോൾ അത് നമുക്ക് റിസ്ക് ഇത്രയും കൂടിയും കൂടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ കൂടിയാണ്. അതെ അതെ. യെസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വേനൽക്കാലത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന ഡയറിയെ പറ്റിയിട്ടാണ് ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഈ വേനലാവുമ്പോൾ തന്നെ കുട്ടികൾക്ക് വയറിളക്കം കൂടുതലായിട്ട് കാണുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് കുട്ടികളിൽ വേനൽക്കാലത്ത് കൂടുതലായിട്ടും ഈ വയറിളക്കം ഡയറിയ കാണപ്പെടുന്നത്? അതിൽ ഒരു കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചൂടുകാലം ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ഹ്യൂമിഡ് കണ്ടീഷൻ ആയിരിക്കുമ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് വളരാനും പ്രോപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ വളരെ കൺഡ്യൂസീവ് ആണ് ഈ ക്ലൈമറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അത് പുറത്ത് വെക്കുമ്പോൾ അതിൽ ബാക്ടീരിയൽ കണ്ടാമിനേഷനും വരാനും ഫുഡ് കണ്ടാമിനേറ്റഡ് ആവാനും ഉള്ള സാധ്യത കൂടുതലാണ് സമ്മറിൽ. അതൊരു കാര്യം. രണ്ടാമത്തേതായി പല സ്ഥലങ്ങളിലും സമ്മറായി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ടാവും. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പ്രോപ്പറായിട്ട് ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പ്രിപ്പയർ ചെയ്യുന്ന യൂട്ടൻസിൽസ്, പാത്രങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യാതിരിക്കുക. പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഒക്കെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതെ കുക്ക് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് കുട്ടികളിൽ ഇങ്ങനെ വേനൽക്കാലത്ത് ഡയറിയ വരുന്നതിനുള്ള കാരണങ്ങളാണ് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്തത്. കൂടെ തന്നെ ഈ വേനൽക്കാലത്ത് വയറിളക്കം വരുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആക്ച്വലി? ഇപ്പോൾ വയറിളക്കം കൂടാതെ കുട്ടിക്ക് തുടക്കത്തിൽ ചിലപ്പോൾ പനിയായിരിക്കാം, ഛർദിൽ, കടുത്ത വയറുവേദന, ഇതൊക്കെ ആവാം വേറെ സിംറ്റംസ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ വേനൽക്കാലത്തിലേക്ക് കടന്നു അല്ലേ? അപ്പോൾ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ കുട്ടികളെയും നമ്മളെ തന്നെയും. സോ നമ്മൾ ഇന്ന് കുട്ടികളിലെ വേനൽക്കാലത്തെ ഡയറിയെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡോക്ടർ ഷാരി പറഞ്ഞു തരുന്നുണ്ട്. മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ആണ് ഡോക്ടർ ഷാരി. സോ കേട്ടോണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ കുറച്ച് ആരോഗ്യപരമായിട്ട് ഒരു കാര്യത്തെ നേരിടാൻ പോവാണ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത് മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഷാരി കെ രാജു. നമ്മൾ ഇന്ന് മെയിനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ സമ്മർ സീസണിൽ വേനൽക്കാലത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന വയറിളക്കത്തെ പറ്റിയിട്ടാണ്, ഡയറിയെ പറ്റിയിട്ടാണ്. സോ എങ്ങനെയാണ് ഡയറിയ കുട്ടികളിൽ കാണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും ലക്ഷണങ്ങളും നമ്മൾ സംസാരിച്ചു. സോ എങ്ങനെയാണ് ഈ രോഗം കുട്ടികൾക്ക് പകരുന്നത് എന്നാണ് നമുക്കിനി അറിയാനുള്ളത്. പകരാൻ മെയിൻ ആയിട്ടുള്ള സ്പ്രെഡിങ്ങിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ്സ്, നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നു, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളും ആസ് വെൽ ആസ് ഫുഡ് കഴിക്കുന്ന ആളും. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരവും വെള്ളത്തിലും വരുന്ന കണ്ടാമിനേഷൻ, അണുബാധ, അതാണ് സെക്കൻഡ് റീസൺ. ഇത് രണ്ടുമാണ് മെയിൻ റീസൺസ് ഇത് സ്പ്രെഡ് ആവാനുള്ളതിൻ്റെ. യെസ്. അപ്പോൾ കുട്ടികളിൽ ഈ രോഗം എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭക്ഷണവും കുടിവെള്ളവും വയറിളക്കമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഈ ഒരു ആൻസറിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ കൂടുതലും ഈ വീട്ടിൽ വയറിളക്കം തടയുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? അപ്പോൾ ആദ്യം തന്നെ കഴിയാവുന്നതും വീട്ടിൽ പാകം ചെയ്ത ആഹാരങ്ങൾ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അധികം നേരം ഫുഡ് പുറത്ത് വയ്ക്കാതിരിക്കുക, പഴകിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ റോ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, സാലഡ്സ് ഒക്കെ കഴിക്കുന്നത് നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. പിന്നെ കഴിക്കുന്നതിന് മുമ്പും സോപ്പും വെള്ളവും ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് തന്നെ കഴിക്കുക. നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ഹാൻഡ് വാഷ് ചെയ്യാതെ ഫുഡ് കഴിക്കരുത്. അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ. നമ്മൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും ഒന്നില്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്താൽ ഒരു പരിധി വരെയും ഇത് ഡയറിയ തടയാൻ കഴിയും.
സോ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചെറിയ ടിപ്സിലൂടെ ഈ വയറിളക്കത്തെ തടയാം എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കേട്ടത്. പക്ഷേ ഇനിയും കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് അറിയാനായിട്ട് പോകുന്നുണ്ട്. കേൾക്കാൻ റെഡി ആയിക്കോളൂ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ ഇന്ന് ഹെൽത്തി ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. കുട്ടികളിലെ ഈ ഒരു വേനൽക്കാലത്ത് കണ്ടുവരുന്ന ഡയറിയയെ പറ്റിയിട്ട്. സോ മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഷാരി കെ രാജു ആണ് ഈ ഒരു വിഷയത്തെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒപ്പം ഉള്ളത് SK ജംഗ്ഷനിൽ എന്നോടൊപ്പം. ഡോക്ടറെ, നമ്മളെപ്പോഴും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ടയേർഡ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് ORS ലൈനി കുടിക്കുക. അതായത് നമ്മുടെ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലേ. സോ ORS ഉപയോഗിക്കേണ്ട ഒരു പ്രാധാന്യം എത്രത്തോളം ഈ ഒരു അവസ്ഥയ്ക്ക്, അതായത് നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഡയറിയയ്ക്ക് എത്രത്തോളം ഉണ്ട്? അപ്പം നമ്മുടെ ഡയറിയയുടെ മെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ റീഹൈഡ്രേഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെങ്കിൽ WHO പറഞ്ഞിരിക്കുന്ന ORS ആണ് അതിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ORSലെ കോൺസ്റ്റിറ്റ്യുവൻസ് പറയുകയാണെങ്കിൽ അതിൽ ഗ്ലൂക്കോസ് ഉണ്ട്, സോഡിയം, ക്ലോറൈഡ്, പൊട്ടാഷ്യം എന്നീ ഇലക്ട്രോലൈറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ ഫ്ലൂയിഡും ഈ ഇലക്ട്രോലൈറ്റ്സ് ആണ് ഡയറിയയുടെ സമയത്ത് നഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ORS ലൈനി നമ്മൾ കുടിക്കുമ്പോൾ അതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വളരെ അത്യാവശ്യമാണ് നമ്മൾ ഈ ഓറൽ റീഹൈഡ്രേറ്റിംഗ് സൊല്യൂഷൻ എടുക്കുക എന്നുള്ളത്. മാത്രമല്ല ഇത് എടുക്കുന്നതിൻ്റെ വേറെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈ മോഷൻ പോകുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും, വോമിറ്റിംഗ് കുറയ്ക്കാനും ഇത് സഹായിക്കും. സോ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മളിപ്പോഴും മനസ്സിലാക്കിയിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ടയേർഡ് ആവുന്ന രീതിയിൽ നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണിത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ പ്രായഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. സോ ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അത് കളയാതെ കറക്റ്റായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഒരു സോങ്ങിലേക്ക് പോവാണ്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ കേട്ടുമുട്ടുമ്പോൾ SK ജംഗ്ഷനിലൂടെ അറിയാനായിട്ട് പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ഒന്ന് പെട്ടെന്ന് കുറച്ച് കെയറിങ് കൊടുക്കാനാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ സ്വയം പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അറിയാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. അന്നെയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ വേനൽക്കാലത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന ഡയറിയെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു പ്രാവശ്യമെങ്കിലും ഡയറിയ വരാത്തവർ വളരെ ചുരുക്കമായിരിക്കും. സോ നമ്മളെല്ലാവരും പ്രധാനമായിട്ടും കേൾക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ ഇന്നത്തെ SK ജംഗ്ഷനിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഷാരി കെ രാജു നമ്മോടൊപ്പം തന്നെയുണ്ട്. ഡോക്ടറെ, വയറിളക്കം വരികയാണെങ്കിൽ അത് ആർക്കാണെങ്കിലും ആയിക്കോട്ടെ, കുട്ടികളാവട്ടെ മുതിർന്നവരായിക്കോട്ടെ, നമ്മൾ ആദ്യം തന്നെ ചെയ്യുക ആദ്യം ഡോക്ടറെ കാണാൻ പോവുകയല്ല, പകരം വീട്ടിൽ കുറച്ച് പൊടിക്കൈകൾ ഉപയോഗിക്കാറുണ്ട്. പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ മിക്കവാറും പറയാൻ പോകുന്നത് കട്ടൻ കാപ്പിയിൽ മധുരം ഇടാതെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് കുറെ ടിപ്സ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ്, ഹോം റെമഡീസ് എന്തൊക്കെയായിരിക്കും? ഇപ്പം നമുക്ക് കുറച്ച് ഹോമിൽ കൊടുക്കാൻ പറ്റുന്ന അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലൂയിഡ്സ് ഉണ്ട്. ഇത് ഡയറിയ കുറയ്ക്കാനല്ല, പക്ഷേ നമുക്ക് ഡയറിയ മൂലം ഉണ്ടാവുന്ന ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കാം. ORS കൂടാതെ നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുന്നത് ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം, ഉപ്പിട്ട മോരും വെള്ളം, ഇളനീർ വെള്ളം, പിന്നെ ലൈറ്റായിട്ടുള്ള ചായ. ഇങ്ങനത്തെ 4-5 വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് കൊടുക്കാവുന്നതാണ്. അത് എത്രത്തോളം കൊടുക്കാമെന്ന് വെച്ചാൽ ഓരോ തവണ മോഷൻ പോയി കഴിയുമ്പോഴും ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ പോയി കഴിഞ്ഞ്. അത് കൂടാതെ തന്നെ ഒരു ദിവസം നമ്മൾ 1 തൊട്ട് 2 ലിറ്റർ വരെ വെള്ളം കുടിക്കാനും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഡോക്ടറെ, ഈ സമയത്ത് തന്നെ നമുക്ക് ഡയറിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൂസ് സ്റ്റൂൾസ് എന്ന് പറയുന്നത് നമുക്ക് ആകെ ടയേർഡ് ആവുന്ന ഒരു സമയമാണ്. നമ്മൾ ആ സമയത്ത് ലിക്വിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ തന്നെ കഴിക്കുമ്പോൾ അത് നമുക്ക് പ്രശ്നമായിട്ട് വരില്ല എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? അതെ, കാരണം എന്നാലേ നമ്മുടെ ഡീഹൈഡ്രേഷൻ കറക്റ്റ് ആവുള്ളൂ. നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ജലാംശം നമ്മൾ റിസ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലൂയിഡ്സ് ഇത്രയും നമ്മൾ കുടിക്കണമെന്ന് പറയുന്നത്.
സോ വീട്ടിൽ തന്നെ വയറിളക്കത്തിന് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. സോ ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് കുട്ടിക്ക് വയറിളക്കത്തിന് കുറവില്ല എന്നുള്ള രീതിയിലാവുമ്പോൾ നമ്മൾ കുട്ടിയെ ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥ വരും. സോ ഏത് സമയത്താണ് നമ്മൾ കുട്ടിയെ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നാണ് ഇനി അറിയാനായിട്ട് പോകുന്നത്. കേട്ടോടെയായിരിക്കും SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്ന് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ ഷാരി കെ രാജു നമ്മോടൊപ്പം തന്നെ കൂടെയുണ്ട്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നെയാണ് കൂടെയുള്ളത്. ഇന്ന് സമ്മർ സീസണിൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഡയറിയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളിൽ ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ചധികം പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നമ്മൾ സംസാരിച്ചു. ആൻഡ് ഇതിനൊന്നും ശേഷവും നമ്മുടെ കുട്ടിയുടെ ഈ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഡയറിയ കുറവില്ല എന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ എപ്പോഴാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇനി ചോദിക്കാനുള്ളത്. സോ മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഷാരി കെ രാജു നമ്മോടൊപ്പം തന്നെയുണ്ട്. ഡോക്ടറെ, എപ്പോഴാണ് കുട്ടിയെ ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു ഡയറിയൽ ഡിസീസ് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കുട്ടിയെ നിരീക്ഷിച്ചാൽ തന്നെ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് വ്യക്തം. ഒന്ന്, കുട്ടിയുടെ ജനറൽ കണ്ടീഷൻ, കുട്ടി അലേർട്ടാണോ, പിന്നെ കണ്ണുകൾ നോക്കുക, കണ്ണുകൾ സാധാരണ രീതിയിൽ ആണോ, ചുണ്ടും നാവും നോക്കുക, അതും നോർമൽ രീതിയിലാണെങ്കിൽ, വെള്ളം കുടിക്കുന്നതും സാധാരണ കുടിക്കുന്ന പോലെ ആണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയല്ല, കുട്ടി വളരെ വാശിയും കരച്ചിലാണ്, അല്ലെ തീരെ ക്ഷീണമായിട്ട് കിടക്കുകയാണ്, കണ്ണുകൾ ഡീഹൈഡ്രേഷൻ കാരണം കുഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ നാവും വായയും നോക്കിയാൽ വളരെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്, വളരെ ദാഹത്തോടെയാണ് വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ തീരെ വെള്ളം കുടിക്കുന്നില്ല. ഇതൊക്കെയാണ് ഡേഞ്ചർ സൈൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടെങ്കിൽ കുട്ടിയെ എന്തായാലും ഡോക്ടറെ കാണിക്കണം. ഇത് കൂടാതെ വയറിളക്കത്തിനൊപ്പം പനിയുണ്ടെങ്കിൽ നിർത്താതെ ഛർദ്ദിക്കുന്നു, അതിനർത്ഥം നമ്മൾ കൊടുക്കുന്ന ORS വായിൽ കൂടി കൊടുക്കുന്ന ഫ്ലൂയിഡ്സ് ഒന്നും റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡയറിയ ഒരുപാട് ക്വാണ്ടിറ്റിയിലും ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോഷൻ നോക്കുമ്പോൾ അതിൽ രക്തത്തിൻ്റെ അംശം കാണുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഡേഞ്ചർ സൈൻസിൽ ഉൾപ്പെടുന്നതാണ്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. യെസ്, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നമ്മൾ പരീക്ഷിക്കുന്ന കുറേയധികം സൊല്യൂഷൻസ് കൊടുത്തിട്ടും കുട്ടിക്ക് ആ ഒരു രോഗാവസ്ഥയെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അതുപോലെ കുറച്ച് മുൻപേ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ഡേഞ്ചർ സൈൻസ് ഒക്കെ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അപ്പോൾ തന്നെ കുട്ടിയെ കൊണ്ട് ഡോക്ടറെ കാണിക്കണം. അതെന്തായാലും ട്രീറ്റ് ചെയ്യണം. ഡോക്ടർ പറയുന്നതിനനുസരിച്ച് തന്നെ കുട്ടിയെ ട്രീറ്റ്മെന്റിന് വിധേയമാക്കണം എന്ന് തന്നെ നമ്മൾ പറയുന്നു. ആൻഡ് ഇനിയും കുറേ കാര്യങ്ങൾ ഡയറിയെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നുണ്ട്. കേട്ടോടെയായിരിക്കും SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് SK ജംഗ്ഷനിൽ ഈ വേനൽക്കാലത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന ഡയറിയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കുട്ടികളെ സംബന്ധിച്ച് രോഗാവസ്ഥ അവരെ പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും ഇമോഷണലി തകർക്കുന്നൊരു അവസ്ഥയാണല്ലേ. പക്ഷേ ഡയറിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾക്ക് ടെൻഷൻ കൂടാൻ, അതിപ്പോൾ കുട്ടികൾക്ക് തന്നെയല്ല നമുക്ക് പ്രായമായവർക്കും ഒരു ടെൻഷൻ കൂടാനുള്ളൊരു അവസ്ഥയാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ SK ജംഗ്ഷനിലൂടെ അറിയുന്നുണ്ട്, പറയുന്നുണ്ട്. കേൾക്കാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഷാരി കെ രാജു നമ്മോടൊപ്പം കൂടെയുണ്ട്. ഡോക്ടർ, പൊതുവെ ഈ വയറിളക്കം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡയറിയ എന്ന് പറയുമ്പോൾ കുറേയധികം തെറ്റിദ്ധാരണകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ പൊതുവായിട്ട് കേട്ടുവരുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു വരുന്ന കുറേയധികം തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? അപ്പം അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ആളുകളുടെ മനസ്സിലുള്ള ഒരു ഇതാണ് ഡയറിയ വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം എന്നുള്ള. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ വേൾഡ് വൈഡ് നോക്കിയാലും റോട്ട വൈറസ് ആണ് മോസ്റ്റ് ലീഡിങ് കോസ് എന്ന് പറയുന്നത്. അതായത് കോമൺ ആയിട്ട് കാണുന്ന വൈറൽ ഇൻഫെക്ഷനാണ്. ഇപ്പം വൈറസും ബാക്ടീരിയയും രണ്ടും കോസ് ചെയ്യാം, പക്ഷേ കോമൺ ആയിട്ട് കാണുന്ന വൈറൽ ഇൻഫെക്ഷൻ. അപ്പോൾ വൈറൽ ഇൻഫെക്ഷന് നമുക്കറിയാം ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് അതിൽ യാതൊരു ഉപയോഗമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ പോകുന്നതിനനുസരിച്ചിട്ട് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുക, ORS ലൈനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഫ്ലൂയിഡ്സോ വെച്ചിട്ട് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന ഡയറിയകളിൽ പോലും സ്റ്റെഫിലോകോക്കൽ അല്ലെങ്കിൽ ബാസിലസ് സീരിയസ് എന്നൊക്കെ പറയുന്ന ഈവൻ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡയറിയകളും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഒരു ടോക്സിൻ
എന്ന് പറയുന്ന സാധനം റിലീസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതും നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ബാക്ടീരിയക്കെതിരെയാണ്. പക്ഷേ ബാക്ടീരിയ ഓൾറെഡി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഡയറിയ കോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കണ്ടീഷൻസിൽ പോലും ആൻറ്റിബയോട്ടിക്സ് ഇൻഡിക്കേറ്റഡ് അല്ല. വളരെ ചുരുക്കം ഒരു 2, 3, 4 ഇൻഡിക്കേഷൻസേ ഉള്ളൂ ആൻറ്റിബയോട്ടിക്സ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. അത് ഒന്ന് ഡിസെൻട്രി, ഷിഗെല്ല കോസ് ചെയ്യുന്ന ഡിസെൻട്രി, പിന്നെ കൊളറ, വിബ്രിയോ കൊളറ കോസ് ചെയ്യുന്ന കൊളറ, പിന്നെ അമീബിയാസിസ് എന്ന അമീബിക് ഡിസെൻട്രി. അങ്ങനെ 3, 4 കണ്ടീഷൻസിൽ, വളരെ ചുരുക്കം കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി മെജോറിറ്റി ഓഫ് കണ്ടീഷൻസിലും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, സിങ്ക് എന്നിവ കൊടുക്കാന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ്. അതാണ് ഒരു തെറ്റിദ്ധാരണ ആൻറ്റിബയോട്ടിക്. പിന്നെ രണ്ടാമത്തത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡ്യൂറേഷൻ 3 ദിവസം 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും പലരും വരും, അയ്യോ ഇത് മാറുന്നില്ലല്ലോ ഡയറിയ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 7 ദിവസം വരെ നിൽക്കാം ഈ ഡയറിയയുടെ ഡ്യൂറേഷൻ. അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡും ഫ്ലൂയിഡ്സും കറക്റ്റായിട്ടുള്ള രീതിയിൽ കഴിക്കാമെന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അനാവശ്യമായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ വേറെ ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് പെർസിസ്റ്റൻറ്റ് ഡയറിയ. അതായത് 7 ദിവസം നിന്ന് മാറാതെ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ വരെ നീണ്ടുപോവാം. പിന്നെ കാണുന്ന ഒരു കോമൺ മിസ്കൺസെപ്ഷനാണ് ഡയറിയയുടെ സമയത്ത് ഫുഡ് കൊടുക്കണോ, ഫുഡ് കൊടുത്താൽ ഇത് ദഹിക്കാതെ പോകുമോ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശരിയാണ്, ഫുഡ് കഴിക്കുന്നത് ഡയറിയ പോകുന്ന മോഷൻ്റെ കൂടെ പോകും. പക്ഷേ അതിൽ നല്ലൊരു ശതമാനം അബ്സോർബായി കുട്ടിക്ക് അതിൽ നിന്ന് ഊർജ്ജം കിട്ടും. അപ്പം ഫുഡ് കൊടുക്കുക തന്നെ വേണം. ഡയറിയയുടെ സമയത്ത് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യരുത്. സോ വയറിളക്കത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഡയറിയയുടെ സമയത്ത് പൊതുവായിട്ട് കണ്ടുവരുന്ന തെറ്റിദ്ധാരണകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കുട്ടികൾക്ക് കഴിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ അറിയുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ കൂടെയുള്ള തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽക്കാലത്തെ കുട്ടികളിലെ ഡയറിയയെ പറ്റിയിട്ടാണ്. കൂടെയുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഷാരി കെ രാജു. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. അന്നെയാണ് കൂടെയുള്ളത്. ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും അറിയാം, വേനൽക്കാലം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഡയറിയ. സോ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ചെയ്യേണ്ടത്, നമ്മൾ അറിയേണ്ടത് എന്നുള്ളതൊക്കെ ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മളിതാ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷാരി കെ രാജു നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ, നമ്മളിന്ന് കുട്ടികളിലെ വേനൽക്കാലത്ത് സ്പെഷ്യലി കണ്ടുവരുന്ന ഡയറിയെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലും നമ്മൾ കണ്ടുവരുന്ന മിഥ്യാധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. ഇനി അതിൽ പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടികൾ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് ഈ ഒരു സമയത്ത് അവർ കഴിക്കേണ്ടത് എന്നുള്ളത്. കാരണം നമുക്കറിയാം, എപ്പോഴും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ്സ് ഒന്നും ആ സമയത്ത് സ്പെഷ്യലി കഴിക്കാനായിട്ട് പറ്റില്ല, കാരണം ഡയറിയ ഉള്ളതുകൊണ്ട് തന്നെ. സോ കുട്ടികൾക്ക് എനർജി കൊടുക്കുന്ന രീതിയിലുള്ള ഫുഡ് ആയിരിക്കണം. സോ ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതും കുട്ടികൾ കഴിക്കേണ്ടതും? അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക. ഡയറിയ ഉള്ള സമയത്തും ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക. കാരണം ബ്രസ്റ്റ് മിൽക്കിൽ നമുക്കറിയാം ഒരുപാട് ആൻറ്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ള കാരണം ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ അത് സഹായിക്കും. രണ്ടാമത്തത്, വലിയ കുട്ടികളാണെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആഹാരങ്ങൾ എല്ലാം തന്നെ അവർക്ക് കഴിക്കാം. പിന്നെ ഈ ഡയറിയയുടെ സമയത്ത് നമ്മൾ കൂടുതൽ മോഷൻ പോകുന്ന കാരണം എനർജി ലോസ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഫുഡ് നമ്മൾ എനർജി ഡെൻസ് ആക്കാൻ വേണ്ടി, സാധാരണ കഴിക്കുന്ന ഫുഡ് തന്നെ എനർജി ഡെൻസ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ഓയിൽ, ഷുഗർ, മിൽക്ക് അങ്ങനെയൊക്കെ ആഡ് ചെയ്താലാണ് കൂടുതൽ എനർജി ഡെൻസ് ആക്കാൻ പറ്റുന്നത്. അപ്പം ക്വാണ്ടിറ്റി, കുട്ടി കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറവായിരിക്കാം, പക്ഷേ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 2-3 മണിക്കൂർ ഇടവിട്ടുമ്പോൾ ഫുഡായിട്ട് കുട്ടിയെ കഴിപ്പിക്കാൻ ശ്രമിക്കണം. പിന്നെ അധികം ഹൈ ഫൈബറുള്ള ഫുഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഹൈ ഫൈബറുള്ള ഫുഡുകൾ ഒഴിവാക്കുക. ഡോക്ടറെ, അതുപോലെ തന്നെ ഏതൊരു രോഗാവസ്ഥയാവട്ടെ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കാണാൻ ചെല്ലുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലും ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു തട നമ്മൾ ഇടേണ്ടി വരും പല ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലും. അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു ഫൈബറിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫൈബർ കൂടുതലുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. സോ അത്തരത്തിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ച്? കേട്ടോ,
ഒഴിവാക്കേണ്ടത് മെയിൻലി സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ സമയത്ത് ഒഴിവാക്കണം. പിന്നെ ഉള്ളത് നമ്മൾ വാങ്ങിക്കുന്ന ഫ്രൂട്ട് ജ്യൂസസ് അതും ഒഴിവാക്കേണ്ടതാണ് ഈ സമയത്ത്. സോ നമ്മൾ മാക്സിമം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കുട്ടികളെ സംബന്ധിച്ച് അറിയാം, അവർക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ക്രേവിങ്സ് ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേയധികം ക്യാൻറ്റീൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ നമ്മൾ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടാവും. സോ ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങളൊക്കെ അസുഖം ഭേദമായതിനു ശേഷം തന്നെ അവരിലേക്ക് എത്തിക്കാനായിട്ട് പ്രത്യേകിച്ച് പാരൻസ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടുകൾക്ക് ശേഷം നമ്മൾ കേട്ടുമുട്ടും SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ള തന്നെയാണ് ഇന്ന് നമ്മൾ കുട്ടികളിലെ ഈ വേനൽക്കാലത്ത് കണ്ടുവരുന്ന ഡയറിയെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷാരി കെ രാജു. 89.6 FM സർഗക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction on Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് SK ജംഗ്ഷനിലൂടെ ഈ വേനൽക്കാലത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന ഡയറിയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഷാരി കെ രാജു ആണ് നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തെ പറ്റി ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ കൂടെയുള്ളത്. ഡോക്ടർ, നമ്മളിന്ന് കുറേ കാര്യങ്ങൾ എസ്പെഷ്യലി കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട, പാരൻസും ഏറ്റവും പ്രധാനമായിട്ട് ഡയറിയ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് കുറേയധികം സംസാരിച്ചു. ലൈക്ക് എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്, ഏതൊക്കെ ലക്ഷണങ്ങളാണ് ഈ സമയത്ത് കുട്ടികളിൽ കാണപ്പെടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി ചെയ്തു വരുന്ന ഒരു പ്രിക്കോഷൻസ്, അതുപോലെ എപ്പോഴാണ് ഡോക്ടറെ കുട്ടിയെ കാണിക്കേണ്ടതെന്നുള്ള കാര്യം, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ഒരു കൺക്ലൂഷൻ എന്ന പോലെ ജനറലി ഈ ഒരു അവസ്ഥ ആർക്ക് വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ എന്താണ് പറയാനുണ്ടാവുക? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു ഡയറിയൽ ഡിസീസ് വരുമ്പോൾ മോഷൻ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് റുട്ടീൻലി ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റൂൾ റുട്ടീൻ അല്ലെങ്കിൽ സ്റ്റൂൾ കൾച്ചർ എന്ന് പറയുന്ന ഈ 2 ടെസ്റ്റും ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം, ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ മാത്രം ചെയ്താൽ മതി. എല്ലാ കണ്ടീഷൻസിലും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും എല്ലാ ഡയറിയ ഉള്ള ആളുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകം ചില കോംപ്ലിക്കേഷൻസ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് മാത്രമേ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇനിയുള്ള ദിവസത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ഡയറിയ. സോ ഇന്നത്തെ ഈ ഒരു SK ജംഗ്ഷനിലൂടെ കുറേയധികം പാരൻസിനും കുട്ടികൾക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലങ്ങോട്ട് കുറിച്ചു വെച്ചോളൂ. ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, അഥവാ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിന് അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് എല്ലാ പാരൻസിനും കുട്ടികൾക്കും പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു 2 മണിക്കൂർ സമയം SK ജംഗ്ഷനിലൂടെ നമ്മോടൊപ്പം സഹകരിച്ച ഡോക്ടർ ഷാരി കെ രാജുവിന് ഒരുപാട് താങ്ക്സ് പറയാണ്. ഡോക്ടർ നമ്മുടെ മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആണ്. നമുക്കറിയാം കുറേയധികം സിറ്റുവേഷൻസിലൂടെ ഡെയിലി ഇതുപോലെ അഡ്വൈസ് ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടറിന്റെ ഇത്രയധികം സമയത്തിനും ഒരുപാട് താങ്ക്സ് പറയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. സോ ഇനിയും കിടലൻ അപ്ഡേറ്റ്സുമായിട്ടും സർഗക്ഷേത്ര 89.6 FM കേട്ടുകൊണ്ടേയിരിക്കും. കൂടെയുള്ള തന്നെയായിരുന്നു SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര.